എനിക്ക് എരുമേലിക്ക് കേട്ടോ വർക്ക്. അപ്പം ഞാനിത് പൊന്തമ്പുഴ കഴിഞ്ഞിട്ട് നമ്മൾ എരുമേലിലോട്ട് പോകുന്ന വഴിയാണ്. പൊന്തമ്പുഴ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും ഉണ്ട്. റൈറ്റ് വരുന്ന വഴി കേട്ടോ. മുഴുവനും രണ്ട് സൈഡിലും കാടാണ്. ഒരു സൈഡ് മുഴുവനും നമ്മുടെ സാധാരണ മിതവനങ്ങളും, ഒരു സൈഡ് മുഴുവനും തേക്കുമാണ്. കാണുന്ന മുഴുവനും തേക്ക് കേട്ടോ. തേക്കിൻ്റെ വലിയൊരു കാടെന്ന് വേണേൽ പറയാം. സർക്കാരിൻ്റെയാണ്. നല്ല തണൽ. രാവിലെ മഴ ഉണ്ടാകുന്നതുകൊണ്ട് നല്ല രസം കേട്ടോ. നല്ല തണലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അതുപോലെ തണുപ്പ്. ഈ റൂട്ടിൽ പോയ എല്ലാവർക്കും അറിയാം ഈ വഴിയുടെ ഒരു ഭംഗി. അതുപോലെ ഭംഗിയാണ്. കണ്ട, ഞാൻ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെന്തായതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. നല്ല ഭംഗിയാണ്. നിങ്ങൾ ആരെങ്കിലും എരുമേലിയൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കോട്ടയംകാർ ആലപ്പുഴക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണിമല കൂടി ഒന്ന് പോകട്ടോ. ഇങ്ങനെ പോയി പൊൻകുന്നം വഴി പോകാതെ ഈ റൂട്ടിൽ പോകണ്ട. ഇവിടെ ഒരു അരുവിയുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു അരുവി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്ര വലുതല്ല, എന്നാലും ഒരു നല്ലൊരു അരുവി ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു വലിയൊരു മരം നിൽപ്പുണ്ടേ. വീടിൻ്റെ അടിപൊളി കോർസ് നടക്കുന്നുണ്ട്. ഇതുണ്ട്, ഒരു മരം നിൽക്കുന്നുണ്ടോ. ഒരു 3 പേര് വട്ടം പിടിച്ചാലായി ഇവിടെ കിട്ടത്തുള്ളൂ. അതിന് അമ്മാരി ഒരു മരമാണ്. എന്ത് മരമാണെന്ന് ഒരു പിടുത്തമില്ല. ഫോറസ്റ്റിൻ്റെ റേഞ്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. വെള്ളം മരം അങ്ങനെ നിൽപ്പുണ്ട്. നല്ല ഭയങ്കര വലിയ മരമാണ്. കണ്ട, സൈഡിൽ കൂടെ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ടോ. കാട്ടരുവിയാണെന്ന് തോന്നുന്നു. അതെ, കാട്ടരുവി ആയിരിക്കും. കാരണം വെച്ചാൽ ഈ റേഞ്ച് വേറെ വലിയ പുഴകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. കുറച്ചും താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. നിറച്ച് മണലാണ് കേട്ടോ. എന്തൊരു തെളിഞ്ഞ വെള്ളം അറിയോ, നിറച്ച് മണലാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരിക കേട്ടോ. പക്ഷെ അവിടെ ഒരു ജംഗ്ഷനുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ചെന്ന് ഒരു 4 കൂടി ജംഗ്ഷനുണ്ട്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതല്ല 4 അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതിൻ്റെ താഴെ നിന്ന് അങ്ങോട്ടും ഒരു ചെറിയൊരു ചാലുണ്ട് കേട്ടോ. അങ്ങനെ 4 കൂടി ഒരു ജംഗ്ഷനാണ് ആ ഒരു വശം. കണ്ട, അങ്ങനെ വന്നിട്ട് അങ്ങോട്ടങ്ങ് ഒഴുകിപ്പോവും. നമ്മൾ മുമ്പ് നിന്ന ആ അരുവിയാണ് ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു വലിയൊരു മരം ഒടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അതിലെല്ലാം ഇത്തിള് കയറി നിറഞ്ഞേക്കുക. ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എരുമേലിയായി. ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും അമ്പലത്തിൽ കയറും കേട്ടോ. എരുമേലി അമ്പലത്തിൽ കയറിയിട്ടാണ് പോകത്തുള്ളൂ. ഞാൻ ബാഗൊക്കെ വെളി വെച്ചേക്കും. അപ്പോൾ എരുമേലി നമുക്ക് 4 ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരെല്ലാം വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നേരെ ഉള്ളിലോട്ട് കയറാം. നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് വെള്ളം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒന്ന് റൈറ്റ് പിടിക്കാം കേട്ടോ. ഇവിടെ പുലിക്കൂട്ടം നിൽപ്പുണ്ട്. നമുക്കിനി അപ്പുറത്തെ വശം കൂടെ നോക്കിയേക്കാം കേട്ടോ. അപ്പുറത്തെ വശത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഒഴുക്കില്ല. ഇവിടെ ഒരു ബണ്ട് പോലെ കെട്ടിയേക്കുന്നുണ്ട്. അവിടെ ഇത്ര ഫോഴ്സ് വരുന്നത് കേട്ടോ. നല്ല ശാന്തമായാണ് ഒഴുകുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം. സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുഴുവൻ ആളാണ് കേട്ടോ. അപ്പോൾ നല്ല ശാന്തമായിട്ടാണ് അമ്പലത്തിൻ്റെ പരിസരങ്ങളെല്ലാം കിടക്കുന്നത്. നേരെ അമ്പലത്തിന് മുന്നിലോട്ടൊന്ന് പോവാം. അവിടെ മഴയുടെ ഞാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാം വെള്ളമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നേരെ ഞാൻ എരുമേലി ടൗണിലോട്ട് പോകാം കേട്ടോ. അവിടെ നമ്മുടെ പേട്ട ശ്രീ ധർമ്മശാസ്താവിൻ്റെ പിന്നെ വാവര് പള്ളി അതിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് നമ്മൾ നേരെ മുക്കൂട്ടുതറയ്ക്കാണെന്ന് പോകുന്നത്. മുക്കൂട്ടുതറയുടെ കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്